സർ നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ നിന്നും ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള തീരുമാനം ഇപ്പോഴും ആകാതെ പോകുന്നു. ഇന്നുണ്ടാവും, നാളെ ഉണ്ടാവും, മറ്റന്നാളുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. മുൻപ് അത് ഇപ്പോഴത് ഉത്സവാഘോഷ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നാട്ടിലെ അമ്പലങ്ങളുടെ പള്ളിയിലെ എല്ലാം നോട്ടീസ് വരുമ്പോൾ അതിനടിയിൽ ഒരു വാചകം എഴുതി ചേർത്തിട്ടുണ്ടാവും. പരിപാടിയിൽ മാറ്റം വരുത്തുവാൻ കമ്മിറ്റിക്ക് പരിപൂർണ അധികാരമുണ്ട്, തീരുമാനം അന്തിമമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കുന്നു ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന തീരുമാനം. ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കുന്നുവോ അതായിരിക്കും അന്തിമം എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ താനില്ല എന്ന് കെ.സി. വേണുഗോപാൽ ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പും ഇലക്ഷന് ശേഷവും പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ, ഒരു ഘട്ടത്തിൽ കെ. മുരളീധരൻ വരെയുള്ള പേരുകളൊക്കെ പലരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത്തരം പേരുകളിലേക്ക് എന്നെ വലിച്ചഴക്കേണ്ട, ഞാൻ അങ്ങോട്ടേക്കില്ല എന്ന് പറഞ്ഞ് കെ.സി. വേണുഗോപാൽ കേരളത്തിൽ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു. ഇവിടെ എടുത്തു പറയേണ്ട വസ്തുത, വി.ഡി. സതീശന് അനുകൂലമായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ടും പ്രവർത്തകർ പ്രകടനം നടത്തുന്നു, ഫ്ലക്സ് വയ്ക്കുന്നു, കെ.സി. വേണുഗോപാലിന്റെ ഫ്ലക്സ് വയ്ക്കുന്നു. ഇതെല്ലാം നിർത്തണം എന്നാണ് ഹൈക്കമാൻഡ് പറഞ്ഞത്. അത് അച്ചടക്ക രാഹിത്യമാണത്രേ. അങ്ങനെയെങ്കിൽ എം.പിമാർ മത്സരിക്കേണ്ട എന്നൊരു നിയമം AICC എടുത്തിട്ടുണ്ട്. നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട നിലവിലെ എം.പിമാർ. ആ നിയമം നിലവിൽ നിൽക്കെ പിന്നെ എന്തുകൊണ്ടാണ് കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കി വീണ്ടും മത്സരിപ്പിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്നത്? രാഹുൽ ഗാന്ധി അറിയാതെ കെ.സി. വേണുഗോപാൽ, അതായത് ഹൈക്കമാൻഡ് അറിയാതെ, ഹൈക്കമാൻഡിന്റെ ഭാഗമായ വേണുഗോപാൽ അറിയാതെ, രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെ എല്ലാം അറിയാതെ വേണുഗോപാൽ ഇത്തരം ഒരു തീരുമാനം എടുക്കും എന്ന് പറയാൻ പറ്റൂ? ഫലത്തിൽ ക്രമക്കേട് കാണിച്ചിരിക്കുന്നത്, ഏറ്റവും വലിയ അനീതി കേരളത്തിലെ കോൺഗ്രസിനോട് കാണിച്ചിരിക്കുന്നത് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി തന്നെയല്ലേ? എന്റെ സംശയം അതാണ്. ഇന്നിപ്പോ കേരളത്തിലെ മുൻ KPCC പ്രസിഡന്റുമാരെ, PCC പ്രസിഡന്റുമാരെ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ UDFന്റെ പോസ്റ്റർ ഒട്ടിച്ച, പ്രചരണത്തിന് പോസ്റ്റർ ഒട്ടിച്ച ആളുകളെ എല്ലാവരെയും ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചയ്ക്ക് രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡും എല്ലാം വിളിച്ച് ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്ത് വിളിപ്പിച്ചു. എന്ത് തരത്തിലുള്ള നൈതികതയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. കേരളത്തിലെ ജനങ്ങളെ, UDFനെ തെരഞ്ഞെടുത്ത ജനങ്ങളെയൊക്കെ വിഡ്ഢികളാക്കുന്ന തരത്തിലൊരു തീരുമാനമല്ലേ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്? അതായത് ഇലക്ഷൻ കഴിയുന്നവരെ ഒരു രാഹുൽ ഗാന്ധിയും കേരളത്തിൽ കണ്ടിരുന്നില്ല, ഒരു വേണുഗോപാലിനെയും കണ്ടിരുന്നില്ല. നമ്മൾ മുന്നിൽ കണ്ടിരുന്നത് വി.ഡി. സതീശന് നേതൃത്വത്തിലുള്ള ഒരു ടീം UDFനെയാണ്. അവര് ശക്തമായി ഒറ്റക്കെട്ടായി നിന്ന് 5 വർഷം പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് ജനങ്ങൾ ആ വിശ്വാസത്തിൽ വോട്ട് ചെയ്തത്. പിണറായി വിജയന് പകരം പിണറായി വിജയൻ എന്ന് പറയുന്ന അധോലോക മാഫിയ കിങ്, കേരളത്തെ മുച്ചോട് നശിപ്പിച്ചുള്ള ഒരാളെ നേരിടാൻ കേരളത്തിൽ ശക്തമായ നിലപാടുള്ള, ശക്തമായിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള, വിഷനുള്ള ഒരാളുടെ നേതൃത്വത്തിൽ UDF സജ്ജമാണ് എന്നുള്ളത് കൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വോട്ട് കിട്ടിയിട്ടുണ്ട്, BJP വോട്ട് കിട്ടിയിട്ടുണ്ട്, അതേപോലെ സാധാരണക്കാരിൽ നിന്ന് വോട്ട് കിട്ടിയിട്ടുണ്ട്. നിഷ്പക്ഷരായ ആളുകൾ മാത്രമല്ല, സാംസ്കാരിക സിനിമാ രംഗത്തുള്ള ആളുകൾ പോലും ആർക്ക് അനുകൂലമായി വോട്ട് ചെയ്തു? UDFന് അനുകൂലമായി വോട്ട് ചെയ്തു. അതിന് ഏതെങ്കിലും ഹൈക്കമാൻഡിനെ കണ്ടിട്ടേ അല്ല. അതേപോലെ അതുവരെ കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ഭൂതം അത് സമയത്ത് ഉണ്ടായിരുന്നില്ല. നമ്മൾ കാരണഭൂതം എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയനെ വിശേഷിക്കുന്ന പോലെ മറ്റൊരു ഭൂതമായിട്ടാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കെ.സി. വേണുഗോപാൽ. അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ നീതിപരമായിട്ടൊരു നടപടി എടുക്കാതെ ഇപ്പോൾ ഇലക്ഷൻ നടന്ന 5 സംസ്ഥാനങ്ങളിലും അവിടെ മുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. എന്തിന്? ഏറ്റവും ഭൂരിപക്ഷം ഇല്ലാതിരുന്ന തമിഴ്നാട്ടിലടക്കം അവിടെ എന്തായി? അവിടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ആ ചടങ്ങിൽ രാഹുൽ ഗാന്ധി പോയിട്ടുണ്ടായിരുന്നു. ആ ചടങ്ങിൽ അവിടെ രാഹുൽ ഗാന്ധി പോയി. പക്ഷെ അദ്ദേഹം അവിടെ ഒരു ചെറ്റത്തരം ചെയ്തു. അദ്ദേഹം അതുവരെ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ബന്ധമുള്ള DMK ബന്ധം വിച്ഛേദിക്കുമ്പോൾ ഒന്ന് നേരിട്ട് പോയിട്ട് സ്റ്റാലിനെ പോയി കണ്ടത് അദ്ദേഹം പരാജയപ്പെട്ടതാണ്. DMK മുന്നണി പരാജയപ്പെട്ടതാണ്. ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് BJPയെ തകർക്കാൻ വേണ്ടി നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. ഭരണമില്ലാതെ ഇവിടെ രാഷ്ട്രപതി ഭരണം വരും, അങ്ങനെ അത് വലിയ ദോഷം വരും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിന് ഒരു വാക്ക് ആശ്വാസം പറയാതെയാണ് അദ്ദേഹം നേരിട്ട് പോയി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയപരമായ ഒരു സദാചാരവും ഇല്ലാത്ത ഒരാളായി മാറുകയാണ് രാഹുൽ ഗാന്ധി. നമ്മൾ ഇത്രയും കാലം രാഹുൽ ഗാന്ധിനെയൊക്കെ ഞാൻ വളരെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നടപടികളിൽ നമുക്ക് ദുരൂഹതകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, അത് കഴിഞ്ഞു അദ്ദേഹം അവിടെ പോയി ഇതാവുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ, വോട്ട് ചെയ്ത ജനങ്ങളെ കുറിച്ച് അധികം ചിന്തിച്ചിട്ടുണ്ടോ?
ഭൂരിപക്ഷം കൊടുത്തു. അവിടെ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ടാണല്ലോ 5 സീറ്റ് ഉള്ള കോൺഗ്രസ് പിന്തുണ കൊടുത്തു. പിന്നെ 2 സീറ്റ് CPM, 2 സീറ്റ് CPI, 2 സീറ്റ് മുസ്ലിം ലീഗ്, എല്ലാവരും പിന്നീട് പിന്തുണ കൊടുത്തത് തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷെ ഇവിടെ ജനങ്ങൾ പിന്തുണച്ച് ഭൂരിപക്ഷം കൊടുത്തത്, ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 140 സീറ്റിൽ 102 സീറ്റ് കൊടുക്കുകയും എല്ലാവർക്കും മെജോറിറ്റി ഭൂരിപക്ഷം 20,000-ൽ മേലെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ 40 പേർ വിജയിച്ചിട്ടുള്ളത്. അത്രയും ശക്തമായ പിന്തുണ കൊടുത്ത് ജയിപ്പിച്ച ശേഷം അവരെ ഇട്ട് കളിപ്പിക്കുകയല്ലേ രാഹുൽ ഗാന്ധി എന്നത്? അദ്ദേഹത്തിന് കൃത്യമായി അറിയില്ലേ VD സതീശനാണ് ഇവിടെ നയിച്ചത്. VD സതീശന് നേതൃത്വ മുന്നണിയാണ് ഇവിടെ നടന്നത്. തന്റെ കീഴിലുള്ള ഹൈക്കമാൻഡിലെ AICC ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. അദ്ദേഹം ഒരു സ്റ്റേറ്റിന്റെ ആളായി വരേണ്ട സാഹചര്യമില്ല. കേരളത്തിൽ 102 പേർ വിജയിച്ച ആൾക്കാരുണ്ട്. അതിൽ 63 പേർ കോൺഗ്രസിന്റെ നേതാക്കന്മാരും MLA-മാരുണ്ട്. ആ MLA-മാരിൽ ശക്തരായ ആളുകൾ വേറെയുമുണ്ട്. രമേശ് ചെന്നിത്തല പോലെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ, K മുരളീധരനെ പോലെയുള്ള ആളുകൾ തന്നെ ഇവിടെയുണ്ട്, മുഖ്യമന്ത്രിയാവാൻ പറ്റുന്ന ആളുകൾ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവിടെയുള്ള തെരഞ്ഞെടുത്ത ആളുകളിൽ നിന്ന് ഒരാളെ നമുക്ക് കിട്ടാൻ വേറെ ബുദ്ധിമുട്ടില്ല. കർണാടകയിൽ എന്താ ഉണ്ടായത്? കർണാടകയിൽ തെരഞ്ഞെടുത്ത ആളുകളിൽ ഉള്ള ജനപിന്തുണയുള്ള ആളാണ് സിദ്ധരാമയ്യ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. DK ശിവകുമാറിന്റെ നേതൃത്വത്തിലാണ് അവിടെ പ്രവർത്തനം നടത്തിയതെങ്കിലും സിദ്ധരാമയ്യയുടെ പിന്തുണ വലിയ ഘടകമായിരുന്നു. അപ്പൊ ഇലക്ഷൻ നടന്നപ്പോൾ സിദ്ധരാമയ്യെ രണ്ടാമത് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ നിൽക്കാതെ അദ്ദേഹം ഇലക്ഷൻ വീണ്ടും നിർത്തി വിജയിപ്പിക്കല്ലേ ചെയ്തത്. വിജയിച്ച MLA-മാരിൽ നിന്ന് തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് സിദ്ധരാമയ്യെ. സാർ, അതാണ് ഇവിടുത്തെ പ്രസക്തമായ ഒരു ചോദ്യം. കാരണം ഈ 63 കോൺഗ്രസിന്റെ MLA-മാര് ജയിച്ചു വന്നിട്ട് ഇതിൽ മത്സരത്തിൽ പങ്കെടുക്കാത്ത ഒരാളെ ഞാൻ മത്സര രംഗത്തേക്കില്ല, മുഖ്യമന്ത്രിയാകാനില്ല എന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് പലവട്ടം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ഒരാളെ എന്തുകൊണ്ടാണ് ഈ MLA-മാര് പിന്തുണയ്ക്കുന്നത്? 102 MLA-മാരെ തെരഞ്ഞെടുക്കാൻ ഇവർക്ക് പറ്റില്ല. പോട്ടെ, 63 MLA-മാര് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്ക് അനുകൂലമായി പ്രതികൂലമായി കൈവക്കാൻ ഇവർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? എന്തുകൊണ്ട് മത്സരിക്കാത്ത ഒരാൾക്ക് ഒരു പിന്തുണ കൊടുക്കുന്നു? അവിടെയാണ് KC വേണുഗോപാൽ എന്ന ഹൈക്കമാൻഡിന്റെ ഭാഗവും ഹൈക്കമാൻഡിന്റെ സൂപ്പർ കമാൻഡർ ആയിരിക്കുന്ന രാഹുൽ ഗാന്ധി നടത്തിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവര് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു. ബാക്കി കാണിക്കുന്നതെല്ലാം ജനങ്ങളോട് എന്ത് തരത്തിൽ മറുപടി പറയാൻ പറ്റും പറ്റില്ല എന്നുള്ള ആശങ്ക കൊണ്ട് മാത്രം മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം നേടുന്നു. PCC പ്രസിഡന്റുമാരെ, KPCC പ്രസിഡന്റുമാരെയൊക്കെ അഭിപ്രായം നേടുന്നു. എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ സദാചാര ബോധമാണ് ഇതിലുള്ളത്? തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ പ്രതിപക്ഷ നേതാവായി നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് UDF-നെ നയിച്ച ഒരാള് 102 സീറ്റ് നേടി അധികാരത്തിൽ വരുമ്പോ ആ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരാളെ കെട്ടിയിറക്കി മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ അറിവോടുകൂടി തന്നെയാണിത്. അല്ല എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞൂടെ ഇത് പറ്റില്ല, MP-മാർ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെയാണെങ്കിൽ എന്തിനാ വേണുഗോപാൽ ഈ സ്ഥാനത്തേക്ക് വരേണ്ടത്? എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ചോദിക്കുന്നില്ല? അപ്പൊ രാഹുൽ ഗാന്ധിയെ നേരത്തെ സാറ് മറ്റൊരു വാർത്തയിൽ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിയെ പോലും ഭയപ്പെടുത്തി നിർത്തുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ വേണുഗോപാലിന്റെ കയ്യിലുണ്ടോ? വേണുഗോപാൽ അത് വെച്ചിട്ട് രാഹുൽ ഗാന്ധിയെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണോ എന്നൊക്കെ ഒരു തോന്നൽ സാധാരണക്കാർക്ക് ഉണ്ടായി പോകും. അത് അല്ല, അങ്ങനെ ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം രാഹുൽ ഗാന്ധി ഇങ്ങനെ കീഴ്പ്പെട്ട് നിൽക്കണമെങ്കിൽ ഒരു പാർട്ടി ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. എല്ലാ സ്ഥലത്തും തകർന്ന് തരിപ്പണമായി. ഇപ്പോൾ നടന്ന ഇലക്ഷനിൽ അവർക്ക് എവിടെയാണ് ആസാമിൽ വിജയിച്ചില്ല. KC വേണുഗോപാൽ ഇത്രയും വലിയ കഴിവുള്ള ആളായിരുന്നെങ്കിൽ അദ്ദേഹം ആസാമിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കണ്ടേ? എന്തിനാ പുതുച്ചേരിയിൽ വിജയിപ്പിക്കണ്ടേ? പുതുച്ചേരിയിൽ DMK-യുമായി ധാരണ കൃത്യമായി പോയിരുന്നെങ്കിൽ അവിടെ 20-25 സീറ്റ് നേടുമായിരുന്നു. അവിടെ NDA ആണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്, രാമസ്വാമിയാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. എന്തിന് തമിഴ്നാട്ടിൽ അവരുടെ ശക്തി DMK-യുടെ കൂടെ ഇത്രയും കാലം, എന്നിട്ട് അവിടെ വിജയിപ്പിക്കാൻ പറ്റുമോ? എന്നിട്ട് ബംഗാളിൽ ആപ്പാടെ 2 സീറ്റാണ്. നാണക്കേട് എന്നല്ല എന്താ പറയേണ്ടത്? അങ്ങനെ ഇന്ത്യയിലെ കോൺഗ്രസിനെ കൊന്നു നശിപ്പിച്ച് നടക്കുന്ന KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കുന്ന ആരാച്ചാരായിട്ട് വരാൻ വേണ്ടിയിട്ടാണോ അദ്ദേഹത്തെ ഇറക്കുമതി ചെയ്യുന്നത്? സാർ, അതാണ് അതിന് ഏറ്റവും വലിയ വിഷയം. ഇവിടെ ഒരു രാഹുൽ ഗാന്ധിയോ ഒരു KC വേണുഗോപാലോ VD സതീശനോ എന്നുള്ളതല്ല. ഒരു പ്രസ്ഥാനം, അതായത് സ്വാതന്ത്ര്യാനന്തരം ഭാരതം ഇത്രയും കാലം ഭരിച്ചിരുന്ന ഒരു പ്രസ്ഥാനത്തിന്
ഇവിടെ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയൊക്കെ വരും പോകും. പക്ഷെ ഈ ഒരു പ്രസ്ഥാനം ഇപ്പോൾ ഈ കേരളത്തില് ഇപ്പോൾ വൻപിച്ച വിജയം നേടി മുന്നോട്ട് വരുമ്പോൾ അതുകൂടി ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണിയാണെന്ന് പറയുന്നത് ഇവര്, പക്ഷെ അതിൽ ഐക്യം മാത്രമില്ല. മത്സരിക്കാത്ത ആളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അത് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനാണെന്ന് പറയുമ്പോൾ ബാക്കി ഇവിടെ മത്സരിച്ച എല്ലാ ആളുകളെയും രാഹുൽ ഗാന്ധി കൊഞ്ഞനം കൂട്ടുന്നതിന് തുല്യം തന്നെയല്ലേ ഈ പ്രവൃത്തി. സോണിയാഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, വേണുഗോപാൽ, ഇത്തരം ചില ആളുകൾ അടങ്ങിയതാണോ ഹൈക്കമാൻഡ്? ഇവർ പറയുന്ന തീരുമാനത്തിലേക്ക് അപ്പുറം കാര്യങ്ങൾ പോകില്ല. ഹൈക്കമാൻഡ് പറഞ്ഞ എന്ത് തീരുമാനം നടക്കുമെന്ന് പറയുമ്പോൾ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഈ പ്രസ്ഥാനം ഇനി പൊടി പോലുമില്ല കണ്ടുപിടിക്കാനെന്ന മട്ടിൽ കേരളത്തിൽ അധപതിക്കും. തീർച്ചയായും ബാക്കി അവശേഷിക്കുന്ന കുറച്ച് കോൺഗ്രസ്സുകാർ CPM-ലേക്കോ അല്ലെങ്കിൽ BJP-യിലേക്കോ ചേക്കേറും. ഈ പ്രസ്ഥാനം ഇവിടെ മുച്ചൂട് മുടിയും എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്നലെ ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഹമീദ് അലി മാഷ് പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും പ്രധാനം. അതായത് വളരെ ലജ്ജാകരമായ കാര്യമാണ്. ഭരണത്തിന് എല്ലാ പിന്തുണയും കൊടുത്തിരിക്കുന്നു. ജനങ്ങൾ പൂർണ്ണ പിന്തുണയോടെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിട്ട് ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ പറ്റാത്ത നിങ്ങളാണോ അവിടെ ഭരിക്കാൻ പോണത്? ഇതാണ് നേരത്തെ ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ തമ്മിൽ തല്ലി ചാവും, എന്നിട്ട് ഇവിടെ ഭരണം ഉണ്ടാവില്ല, നിങ്ങൾ ഗ്രൂപ്പ് കളിയായിരിക്കും എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ വീണ്ടും ഗ്രൂപ്പ് കളിയുമായിട്ട് KC വേണുഗോപാൽ തന്നെ, ഹൈക്കമാൻഡ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇവിടെയുള്ള MLA-മാരല്ല ഹൈക്കമാൻഡ് വന്നിരിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ ആളായ KC വേണുഗോപാലാണ് ഇപ്പോൾ ഗ്രൂപ്പ് കളിയുമായി കേരളത്തിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല. ഒറ്റക്കെട്ടായി എല്ലാവരെയും ചേർത്ത് പിടിച്ച് കോൺഗ്രസ് എന്നോ ലീഗെന്നോ കേരള കോൺഗ്രസ് നോക്കാതെ ടീം UDF എന്ന സംഭവമായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. അതിന്റെ വിജയമാണ് ജനങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞപ്പോൾ നേരത്തെ പണം കൊടുത്തു, അത് KC വേണുഗോപാലാണ്. അതായത് AICC കൊടുക്കുന്ന ഒരു ഫണ്ട് ഉണ്ട്, 1 കോടി രൂപ. കൂടാതെ മറ്റു കർണാടകയിൽ നിന്നും അതേപോലെ തെലങ്കാനയിൽ നിന്നും കൂടി 2 കോടി രൂപ കൂടി പല MLA-മാർക്ക് എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 35 ലക്ഷം രൂപ നേരിട്ട് AICC കൊടുക്കും അക്കൗണ്ട് വഴി. അത് അക്കൗണ്ടിൽ കാണിക്കേണ്ടത് 40 ലക്ഷം രൂപയാണ് അക്കൗണ്ട് കാണിക്കാൻ പറ്റുള്ളൂ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്നതിൽ. അതിൽ 40 ലക്ഷം രൂപ 5 ലക്ഷം പിരിച്ചെടുത്തു എന്നുള്ള ഇതും കാണിച്ച് 40 ലക്ഷം രൂപ അവർക്ക് കണക്ക് കൊടുക്കണം. ബാക്കിയുള്ളത് എക്കനെയായാലും 2-3 കോടി രൂപ വേണം ഒരു ഇലക്ഷൻ നടത്തണമെങ്കിൽ. അത് കൃത്യമായി എത്തിച്ചു കൊടുത്തപ്പോൾ KC വേണുഗോപാൽ അപ്പോഴേ പറഞ്ഞിരുന്നു, ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയാവാൻ താല്പര്യമില്ല എന്നാണ്. പക്ഷേ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് KC വേണുഗോപാൽ ഇത് MLA-മാരെയൊക്കെ ഇലക്ഷൻ നിന്നപ്പോൾ കയ്യിലെടുത്തതെന്ന് എന്നോട് പല MLA-മാരും പറഞ്ഞു. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് താല്പര്യം VD സതീശൻ തന്നെയാണ്, പക്ഷെ രാഹുൽ ഗാന്ധിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള KC വേണുഗോപാൽ പറയുന്നത് നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം കൃത്യസമയത്ത് ഫണ്ട് എത്തിച്ചു തന്നു എന്നുള്ളതാണ്. അപ്പൊ ഫണ്ട് എത്തിച്ചതാണോ മാനദണ്ഡം കേരളത്തില്? സാറേ, അത് ആ ഒരു വലിയൊരു പ്രസക്തമായ ഒരു ചോദ്യമാണ്. പലയിടങ്ങളിലും പണ്ട് തമിഴ്നാട് ആൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ MLA-മാരൊക്കെ റിസോർട്ടിലേക്ക് മാറ്റുന്നു. ഇക്കുറിയും അതുണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരു കുതിരക്കച്ചവടം നടക്കാതിരിക്കാൻ വേണ്ടി, ജനാധിപത്യ മൂല്യം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നത് പറയാം. ഇവിടെ സാറ് പറഞ്ഞ രീതി ശരിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും വേണുഗോപാൽ ഒരു കുതിരക്കച്ചവടം നടത്തി തന്റെ MLA-മാരെ ഉറപ്പിക്കുകയായിരുന്നു. തനിക്ക് കൈവക്കാൻ വേണ്ടിയുള്ള MLA-മാരെ, ഈ MLA-മാര് അതായത് ദീപാദാസ് മുൻഷിയൊക്കെ KC വേണുഗോപാലിന് അനുകൂലമായി കൈപൊക്കി എന്ന് പറയുന്ന മുകുൾവാസനിക്കും അജയ് മാക്കനും വന്നു കഴിഞ്ഞപ്പോൾ ഈ MLA-മാരെ കൊടുത്ത ലിസ്റ്റ് പുറത്തു വന്നു. ഈ ലിസ്റ്റിൽ KC വേണുഗോപാലിന് അനുകൂലമായി കൈപൊക്കി എന്ന് പറയുന്ന MLA-മാർക്ക് ഒരു മരണ വീട്ടിലോ കല്യാണ വീട്ടിലോ ഒന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. കോൺഗ്രസിന് ജനം തെരുവിൽ പോസ്റ്റ്മാർട്ടം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെ. ഒരു കാര്യം കൂടി എടുത്തു പറയാ, പരിമിതമായ രാഷ്ട്രീയ അവബോധം വെച്ചുകൊണ്ട് പറയട്ടെ, ഇപ്പോ ഈ കണ്ടീഷനിൽ ഇപ്പോ കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ ഏതെങ്കിലും തരത്തിലൊരു സാധ്യത ഉണ്ടെങ്കിൽ കോൺഗ്രസ് 8 നിലയിൽ പൊട്ടും. കാരണം ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ എടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനത്തിന്റെ പേരിൽ തന്നെ കോൺഗ്രസ് ഒറ്റപ്പെട്ടിരിക്കുന്നു. ഈ കുതിരക്കച്ചവടം നടത്തിയ MLA-മാരെ വേണുഗോപാൽ കയ്യിലെടുത്തുകൊണ്ട് ഒരു പക്ഷെ കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ആ മുഖ്യമന്ത്രി പദത്തിന് 6 മാസത്തെ മാത്രം ആയുസുണ്ടാവുള്ളൂ എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കും. എന്തായാലും ഹമീദ് മാഷ് ഇന്നലെ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി പറഞ്ഞു, വളരെ പ്രസക്തമുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞ, ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. അതാണ് സത്യം. കാരണം ഇവിടെ കുറ്റിച്ചോലെടുത്തിട്ട് നാട്ടുകാരെ അടിക്കേണ്ട ഒരു ഗതികേടാണ്. ഭയാനകമായ സ്ഥിതിയാണ് ഓരോ മണ്ഡലത്തിലും MLA-മാർ നേരിടുന്നത് എന്നാണ് പറയുന്നത്. കാരണം ഇത്രയധികം ഭൂരിപക്ഷം കൊടുത്തിട്ട് അവസാനം ഒരു ഭരണം വരാതെ
ഭയങ്കരമായിട്ടുള്ള പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രയും വേഗം ഭരണത്തിലെത്തി LDF ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്ക് ജനങ്ങൾ വിരുദ്ധമായ നടപടികൾക്കെതിരെയൊക്കെ ജനങ്ങൾക്ക് ആശ്വാസമായി പല കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടതുണ്ട്. അപ്പൊ തമ്മിൽ സീറ്റ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂടുന്ന, അതും നേതൃത്വത്തിലുള്ള ആളാണ് കടിപിടി കൂടുന്നത്. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനും വലങ്കയുമായ KC വേണുഗോപാലാണ് ഈ കടിപിടി കൂടുന്നതിൽ ഒന്നാമത്തെ ആള്. അദ്ദേഹം ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാക്കിയതാണ് കേരളത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി. UDF-ന് ഇതുവരെ ഒറ്റക്കെട്ടായിരുന്ന UDF-നെ തകർത്ത് തരിപ്പണമാക്കിയ വില്ലൻ എന്ന് പറയുന്നത് KC വേണുഗോപാലിനാണ്. ആ KC വേണുഗോപാലിനെ ഇങ്ങനെ ആക്കിയതിന്റെ പിന്നിൽ രാഹുൽ ഗാന്ധി ഒറ്റ വാക്ക് പറഞ്ഞാൽ പോരെ, KC വേണുഗോപാൽ താങ്കൾ നമ്മൾ ഹൈക്കമാൻഡിന്റെ ആൾക്കാരാണ്, അവിടെ മത്സരിച്ച് ജയിച്ച ആൾക്കാർ തന്നെ അവിടെ മുഖ്യമന്ത്രി ആവട്ടെ ഏതൊരു ഒറ്റ വാക്ക് നട്ടലോട് കൂടി പറയാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ പ്രശ്നം കഴിഞ്ഞിരുന്നില്ലേ? പാർലമെന്റിൽ അവിടെ ചെന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയോട് തട്ടിക്കറിയതുകൊണ്ട് കാര്യമില്ല. തട്ടിക്കറിയത് ആ തട്ടിക്കറിഞ്ഞതിൽ അപ്പുറത്തേയുള്ള കാര്യമാണ്. ഒരു കേരള ജനത ഒറ്റക്കെട്ടായി UDF-ന് പിന്തുണ നൽകിയിട്ട് അതിനെതിരെ കൊഞ്ഞനം കുത്തുന്ന ഈ നടപടി നാളെ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. കാരണം ഇപ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിനെതിരെ വോട്ട് ചെയ്ത വോട്ടർമാർ ഇപ്പോൾ ലജ്ജയോട് കൂടിയിട്ടാണ് UDF-നെ കാണുന്നത്. രാഹുൽ ഗാന്ധിയെയാണ് ഏറ്റവും മോശമായി കാണുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക. കാരണം VD സതീഷിനെ യാതൊന്നും സംഭവിക്കുന്നില്ല. കാരണം VD സതീഷിനെ ഭരിക്കാൻ സമ്മതിക്കാത്തത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളതാണ് സത്യം.